നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആദം ഹൗവയും ഏദൻ തോട്ടത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി കഴിച്ചു. അതിനുശേഷമാണ് അവർ നഗ്നരാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായത്. ആ സമയത്ത് അവർക്കൊരു നാണം ഉണ്ടാവുകയും ആ നഗ്നത മറയ്ക്കാനായി അവർ അത്തി ഇലകൾ തുന്നിച്ചേർത്ത് അവർ കരക്കച്ച ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ബൈബിളിൽ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന മരം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, അത്തിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന അത്തി അതല്ല, ഇതും ആ ഫൈക്കസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന വേറൊരു അത്തിമരത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് വേറെയല്ല, നമ്മൾ എലിഫൻറ്റ് ഇയർ ഫിഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മുടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, എലിഫൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ആനച്ചെവി പോലെ ഇരിക്കുന്ന അതിൻ്റെ ഇലകൾ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയും വലിപ്പമുള്ള വലിയ ഇലകളാണ് അതിനുണ്ടാവുന്നത്. അതേപോലെ തന്നെ പ്രത്യേകം പിന്നെ എടുത്ത് പറയേണ്ട അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ തടിയിൽ തന്നെ ഇങ്ങനെ ശിഖരങ്ങൾ, കായ്കൾ ഉണ്ടാകാനുള്ള ശിഖരങ്ങൾ തടിയിൽ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന അത്തി എന്ന് പറയുന്നത് ഈ അത്തിമരമാണ് കേട്ടോ. ഇതിൻ്റെ പേര് എലിഫൻറ്റ് ഇയർ ഫിഗ് എന്നാണ്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകൾ നല്ല ആനച്ചെവി പോലെയാണ് ഇരിക്കുന്നത്, അത്രത്തോളം വലിപ്പമുണ്ട്, നല്ല വലിപ്പത്തിലാണ്. നമുക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ പൊതിയാനോ, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചേമ്പലയൊക്കെ എടുത്ത് മീൻ മേടിക്കില്ലേ, മീനൊക്കെ മേടിക്കാൻ മീൻകാർ വരുമ്പോൾ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കുകളില്ലല്ലോ, ആ സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അതിനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനും പൊതിഞ്ഞെടുക്കാനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ്, മീൻ, മത്സ്യം, മാംസം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രത്തോളം കട്ടിയുള്ളതും വലിപ്പമുള്ളതുമായിട്ടുള്ള ഇലകൾ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ആകർഷണം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം, തടിയിൽ തന്നെ ഈ കായ്കൾ ഉണ്ടാകാൻ മാത്രമായിട്ടുള്ള പ്രത്യേക ശിഖരങ്ങൾ ഇതിനുണ്ടാവും. ആ തടിയിൽ തന്നെ ആയിരിക്കും, അതിൻ്റെ ഇലകളുടെ ചോട്ടിലോ ഇലകളുടെ ഇടയിലോ ഒന്നും അല്ല ഉണ്ടാകുന്നത്. പ്രത്യേകമായിട്ട് തടിയിൽ ഇങ്ങനെ ശിഖരങ്ങൾ ഉണ്ടായി അതിലിങ്ങനെ നമ്മൾ പെട്ടിക്കൊല പോലെ തേങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്ന പറയില്ലേ, അതുപോലെ തന്നെ ഇത് പെട്ടിക്കൊല പോലെയാണ് ഇതിൽ കായ്കൾ ഉണ്ടായി കിടക്കുന്നത്. അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ചുവടിലൊക്കെ നിറയെ ഇങ്ങനെ കായ്കൾ ഉണ്ടാകും, ചുവടിലും മേളിലോട്ടും ഒക്കെ ഇങ്ങനെ ശിഖരങ്ങൾ വന്നിട്ടാണ് അതിൽ കായ്കൾ ഉണ്ടാകുന്നത്. അത് ഒരുമിച്ച് കൂട്ടത്തോടെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കായ്കളും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് കേട്ടോ. ഇതിൻ്റെ പഴം, ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ, ഇത് മേളിലുണ്ടായി കിടപ്പുണ്ട്, പഴുത്തിട്ടുണ്ട്. ആ പഴുത്ത പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, ജ്യൂസ്, ജാമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ദഹനത്തിനൊക്കെ വളരെ നല്ലതുമാണ് ഈ ഒരു പഴം കഴിക്കുന്നത് കൊണ്ട്. പഴം മാത്രമായിട്ടല്ല, നമ്മൾ പച്ചയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നേപ്പാൾ പോലുള്ള സ്ഥലങ്ങളിലും ചൈന പോലുള്ള രാജ്യങ്ങളിലും ഒക്കെ ഗ്രാമപ്രദേശങ്ങളിൽ, അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലും ചില ഗോത്രവർഗ്ഗക്കാരൊക്കെ പണ്ട് അവർ ഭക്ഷണം മസാലയൊക്കെ ഇട്ടുള്ള പോലത്തെ കറികളുണ്ടല്ലോ, അങ്ങനെയുള്ള കറികൾ പോലെയൊക്കെ ഉണ്ടാക്കുന്നതിനും പച്ചയ്ക്ക് അവർ കറി വയ്ക്കാനും ഉണക്കി വെച്ചിട്ട് അച്ചാറുണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ കായ് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിലാണ്. ഇപ്പം നേപ്പാൾ പോലുള്ള സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇത് കറി വയ്ക്കാനായിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ കന്നുകാലികൾക്ക് തീറ്റയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തടി എന്ന് പറഞ്ഞാൽ നമുക്ക് വിറകിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തടിയാണ്. പിന്നെ ഈ കായ്കളാണെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കറി വെച്ച് ഉപയോഗിക്കാം, അതേപോലെ തന്നെ വറുത്തെടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്, ഉണക്കി വയ്ക്കും അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട്. കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളാണ്, നമ്മൾ കേരളത്തിന് വെളിയിലുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലും കുറച്ച് ആൾക്കാരൊക്കെ ഇതുപോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇത് കറി വെച്ചൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളതിനെ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതിനൊരു ടൈപ്പ് കറയൊക്കെ വരുന്നുണ്ട്, ആ കറയൊക്കെ കളഞ്ഞ് അത്ര രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഒരു നിത്യഹരിത വൃക്ഷം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മരമാണ് നമ്മുടെ ഈ ഒരു അത്തിമരം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഇലകൾ, ഇതിൻ്റെ ശാഖകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ആ ഇലകൾ അത്രയും വലിപ്പത്തിൽ വരുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. ഇപ്പോൾ പല റിസോർട്ടുകളിലും അതേപോലെ തന്നെ ഹിൽ സ്റ്റേഷനുകൾക്ക്, കാരണം ഹൈറ്റ് കൂടിയ പ്രദേശങ്ങളിലൊക്കെ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇതിൻ്റെ കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. റിസോർട്ടുകൾക്കും നമ്മുടെ കണ്ണിന് നല്ല കുളിർമ കിട്ടുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇതൊരു നിത്യഹരിത വൃക്ഷമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. കാരണം 365 ദിവസവും നല്ല പച്ചിലകൾ പോലെ നല്ല പച്ച വിരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ ഈ മരം നിൽക്കുന്നത്. നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ കായ്കളാണെങ്കിലും ഭക്ഷ്യയോഗ്യമാണെന്ന് പറഞ്ഞത്, പഴുത്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറാവുമല്ലോ, അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനോ അതെ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം നല്ല ഫൈബർ കണ്ടൻറ്റും ഉണ്ട് ഇതിനകത്ത്, നാരുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗറുകാർക്കും ഒക്കെ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. കൂടാതെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകൾ നമ്മുടെ നേപ്പാൾ, അതേപോലെ തന്നെ സിക്കിം, അരുണാചൽ പ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ഉൾപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലും ചില ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലും അവർക്ക് എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഭക്ഷണം വിളമ്പുന്നതിനും, കാരണം നമ്മളൊരു ഡിസ്പോസിബിൾ പ്ലേറ്റൊക്കെ യൂസ് ചെയ്യില്ലേ എന്ന് പറഞ്ഞത് മാതിരി ഒരു 1 ടൈം യൂസിന് ഉപയോഗിക്കുന്ന പ്ലേറ്റുകളായിട്ട് ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടോ,
പൊട്ടിക്കുമ്പോൾ ഇതിൽ പാല് പോലെ ഒരു കറ ഇതിൽ നിന്ന് വരും. ഈ കറ നമുക്ക് മുറിവ് അതേപോലെ തന്നെ ചതവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പുരട്ടാൻ പറ്റും. മുറിവിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുമെന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോത്രവർഗ്ഗക്കാർ അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗ്ഗക്കാരും ഗ്രാമീണരുമൊക്കെ പണ്ട് കാലങ്ങളിൽ മുറിവിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇറച്ചി, മീൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കാൻ നേരത്ത് അങ്ങനെയുള്ള മത്സ്യം, മാംസമൊക്കെ പൊതിയാനും അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ പൊതിഞ്ഞു കൊടുത്തു വിടാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാൻ പറ്റും. ഇതിന് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്ന ആ ഒരു രീതിയുമാണ്. പിന്നെ നമ്മൾ ഫൈക്കസ് വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ അരയാലിൻ്റെ ചുവട്ടിലിരുന്നാണ് ശ്രീബുദ്ധന് ജ്ഞാനം ലഭിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട്, ഫൈക്കസ് വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇത്രയും വലിയ ഇലകൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം നല്ല രീതിയിൽ നടക്കുകയും ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഒരുപാട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണലും ലഭിക്കുന്നുണ്ട്. ആ ഒരു പച്ചപ്പും തണലും നല്ല ഓക്സിജനും എല്ലാം ലഭിക്കുമ്പോൾ നമ്മൾ മെൻ്റലി അതേപോലെ തന്നെ നമ്മൾ ഹെൽത്ത് പരമായിട്ടാണെങ്കിലും നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ തേനീച്ചയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വേദന കുറയാനായിട്ട് ഈ മരത്തിൻ്റെ ചില ഭാഗങ്ങൾ അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ ആ വേദന കുറയുമെന്നാണ് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോൾ ഉള്ളവർ ഉപയോഗിക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കായ്കളാണെങ്കിലും വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കായ്കളും അതേപോലെ തന്നെ അതിസാരം, വയറിളക്കം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നായിട്ടൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഫിഗിൽ പരാഗണം നടത്തുന്ന ചില കടന്നലുകൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം അതിന് അത്തിക്കടന്നൽ എന്ന് പറയുന്നൊരു പ്രത്യേകതരം കടന്നലുണ്ട്. അതിന് മാത്രമാണ് ഇതിൽ പരാഗണം നടത്താനുള്ള കഴിവുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫലങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നത് കുരങ്ങുകൾ, ചില പക്ഷിവർഗ്ഗത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ്. അതുവഴിയും നമുക്ക് വിത്ത് വിതരണം നല്ല രീതിയിൽ നടക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ലൊരു ഓക്സിജൻ ലഭിക്കാനും നല്ലൊരു പച്ചപ്പും തണലും നമ്മുടെ മനസ്സിനെ ഫ്രഷ് ആക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഒരു മരം നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്നത്. കാരണം ഇതിൻ്റെ ഇലകൾ നമ്മൾ ഈ മരത്തിൽ കുറച്ച് സമയം ഇത് നോക്കുന്ന സമയത്തും ഇതിന് ചോട്ടിൽ വന്നിരിക്കുന്ന സമയത്തും നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും നല്ലൊരു തണലും നല്ലൊരു ഓക്സിജൻ്റെ അളവും ഒക്കെ നമുക്ക് വേണ്ടുവോളം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു മരം നമ്മുടെ വീട്ടിൽ എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് വീടുകളിലുമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുള്ളവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും ഇങ്ങനെയൊരു മരം വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. സ്ഥലങ്ങളുള്ളവർ ഉള്ളിടത്ത് ഇതുപോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കാരണം ഇതിൻ്റെ ഇലകളാണെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഒരു പരിധിവരെ ഉപയോഗം ഒഴിവാക്കാം. കാരണം നമ്മൾ മീനൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും വീട്ടിൽ കൊണ്ടുവരുന്നിടത്താണെങ്കിലും ഓടിപ്പോയിട്ടൊരു ഇല പറിച്ചിട്ടാണെങ്കിലും നമുക്ക് മീനൊക്കെ വാങ്ങിച്ച് വയ്ക്കുക. അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കാനും പറ്റും. കാരണം അത്രത്തോളം ഹെവി ഇലകളാണ്. നമുക്ക് ഫുഡ് കഴിക്കുന്നതിനും ഒരു പ്രശ്നവും ഇല്ല ഈ ഒരു ഇലയ്ക്കകത്ത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരമാണ്. അപ്പോൾ ഇങ്ങനെയൊരു മരം ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് നിങ്ങളെയും കൂടെ അറിയാത്തവർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും.